Hey guys, welcome back. Today I'm going to show you what is in my bag. So let's see. അപ്പോൾ അതിനു മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക, ലൈക്കും കിട്ടും. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാഗിൽ ഇപ്പോഴുള്ള സാധനങ്ങൾ ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ എടുക്കുന്ന സാധനമല്ല. ഞാൻ ഒരു 2 days 1 day ഒക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും. കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ, കുറേ സാധനങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ആവശ്യമില്ലാത്ത സാധനം എന്ന് പറയാൻ ചിലപ്പോൾ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായാലായി. അല്ലാത്തുള്ളത് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിൽ എന്താ ഉള്ളതെന്ന് ആദ്യം ഞാൻ കാണിക്കാം. മെയിനായിട്ട് ഈ ഒരു കവറാട്ടോ ഉള്ളത്. ഈ ഒരു കവർ ഇതിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. ബാഗിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ കച്ചറയാവണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു കവറിലിട്ടിട്ടാണ് ഞാൻ ബാഗിൽ വെക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല എന്താ ഇതിനകത്തുള്ളത് എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ളത് ഈ ഒരു കോമ്പ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രൈമർ. ഈ ഒരു പ്രൈമർ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്രൈമർ ആട്ടോ. ഈ ഒരു സാധനം നല്ല ഫേസിനിപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാൽ നല്ലൊരു ഗ്ലോ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ തരുന്നുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിപ്സ്റ്റിക് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നല്ല നാച്ചുറൽ ലുക്ക് തരുന്നുണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡും അല്ല, ലൈറ്റ് ഷെയ്ഡും അല്ല, പക്ഷെ ലിപ്പിന് നല്ലൊരു നാച്ചുറൽ ലുക്ക് ഈ ഒരു ഷെയ്ഡ് തരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ, ആ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ തന്നെ കേട്ടോ. പിന്നെ എന്താ ഫൗണ്ടേഷൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് ഇത്. ഇതും എനിക്കിഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് SPF 22 PA++ ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് എവിടെ പോയാലും വേണ്ട ഒരു സാധനമാണ് ഈ സാധനം, പ്ലക്കർ. പിന്നെ എന്താ ലിപ് ബാം. പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ പെർഫ്യൂം ക്രീമാട്ടോ. ഇത് നല്ല സ്മെല്ലുണ്ട്. ഇപ്പോൾ ഞാൻ 2 വാങ്ങിച്ചപ്പോൾ ഇതൊന്ന് ഞാൻ തന്നെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഉമ്മ 2 വാങ്ങിച്ചായിരുന്നു, അതിൽ നല്ല മണമുള്ളത് നോക്കി ഞാൻ എടുത്തു വെച്ച്. പിന്നെന്താ, പിന്നെ ഒരു റബ്ബർ. ഇതൊരു ഫസ്റ്റായിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ രാത്രി ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേക്ക് പോയാൽ രാത്രി പ്ലക്കർ ഇട്ടിട്ട് കിടന്നുറങ്ങുന്നത് അത്ര ഇതായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു റബ്ബർ മെയിനാണ്. പിന്നെന്താ, പിന്നെ വാച്ച്. ഈ ഒരു സാധനവും മെയിൻ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോസ് വാട്ടറിൻ്റെ ക്ലെൻസറാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ നല്ലൊരു മേക്കപ്പ് ചെയ്യുന്ന ആളല്ല, പക്ഷെ ചെയ്ത മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയാൽ എനിക്ക് ആ ഒരു മേക്കപ്പ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലെൻസർ തന്നെ വേണം. കാരണം ഇതൊരു റിഫ്രഷിങ് ഫീലാണ്. സോ ഇത് ഞാൻ ഈ ഒരു കവറിൽ കയറ്റും. അപ്പോൾ കവർ കാര്യം ഇതിനകത്ത് ഇനി വേറെ ഒന്നുമില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ അഡാപ്റ്റർ. ഈ ഒരു അഡാപ്റ്റർ ഞാനിപ്പോൾ ബാഗിൽ വയ്ക്കും. പിന്നെ ഒരു വലിയ പ്ലക്കർ, ഇതും ഒരു മെയിനായിട്ടുള്ള സാധനം. പിന്നെന്താ, പിന്നെ പേഴ്സ്, ക്യാഷിൻ്റെ പേഴ്സ് എനിക്ക്. ഇതിൽ ക്യാഷും ATM അതുപോലെയുള്ള സാധനമൊക്കെ ഈ ഒരു പേഴ്സിലിട്ട് ഞാൻ വയ്ക്കും. പിന്നെന്താ ഉള്ളത്, ഇതൊട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം. ഇത് എൻ്റെ പല്ല് വേദനയ്ക്കുള്ള, ബ്രേസിൻ്റെ വേദനയ്ക്കുള്ള എന്താ പറയുക, പെയിൻ കില്ലറാട്ടോ. പിന്നെ ഒരു സാധനം എപ്പോഴും ഉണ്ടാകുന്നത് മാസ്ക്, ഈ ഒരു ബ്ലാക്ക് മാസ്ക്. ഓ മൈ ഗോഡ്, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഇതിൽ വന്നു. ഞാൻ വിചാരിച്ച് ഇതിൽ ചോക്ലേറ്റ് ആയിട്ടൊന്നും ഇല്ല എന്നാണ്, പക്ഷെ ഈ ഒരു 2 ചോക്ലേറ്റ് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാഗ് കാലിയായി.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.